ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റുള്ള ഒരു പൊട്ടറ്റോ ഫ്രൈൻ്റെ റെസിപ്പി നോക്കിയാലോ. നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നോർമലി പൊട്ടറ്റോ ഇഷ്ടമല്ലാത്ത കുട്ടികൾക്കൊക്കെ ഇത് ഈ ഒരു രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ടുള്ള പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഏകദേശം ഒരു 1.5 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ഒരു വലുതും പിന്നെ ഒരു ചെറുതുമാണ് എടുത്തിട്ടുള്ളത്. അത് ഇതേപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്ത ശേഷം ഓയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പൊട്ടറ്റോ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. സൈഡൊക്കെ ജസ്റ്റ് ഇങ്ങനെ കളറൊക്കെ മാറി വരുമ്പോൾ അത്ര മതിയാവും. ഇനി നമുക്കിതൊന്ന് തീ കുറച്ച ശേഷം ഒരു പൗഡർ ഉണ്ടാക്കി എടുക്കണം. മിക്സിന്റെ ജാറിലേക്ക് കുറച്ച് പൊട്ടുകടല, അതുപോലെ തന്നെ വറ്റൽ മുളക്, ചെറിയൊരു പീസ് ഇഞ്ചി, പിന്നെ 3-4 വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാനായിട്ട് ഇതേപോലെ ഫൈൻ പൗഡർ ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ചെറിയ ചെറിയ തരികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പൊട്ടറ്റോ ഒക്കെ ഏകദേശം നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. തിരിച്ചു മറിച്ചൊക്കെ ഇടുമ്പോഴത്തേക്ക് കണ്ടില്ലേ കളറൊക്കെ മാറി. എല്ലാ സൈഡും ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. കുക്ക് ആവാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ തിരിച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിയും. പക്ഷെ പൊട്ടറ്റോ നന്നായിട്ട് വെന്ത് കിട്ടും. ഈ ഒരു ടൈമിൽ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി തരാം കേട്ടോ. അപ്പോൾ ഇതേ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള ഈ ഒരു പൊടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു പൊടി ഇട്ട് കൊടുത്താൽ അപ്പോൾ തന്നെ നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഈ ഒരു ഉരുളക്കിഴങ്ങിലേക്കൊക്കെ ഈ ഒരു പൊടി നന്നായിട്ട് പിടിച്ച് കിട്ടുന്നത് വരെ ഇങ്ങനെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഉണക്കമുളകിന് പകരം വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉണക്കമുളകായിരിക്കും ഒന്നും കൂടി ഇങ്ങനെ കളറ്, എന്താ പറയുക, മുളക് പൊടിൻ്റെ ആ ഒരു പീസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉണക്കമുളക് എടുത്തിട്ടുള്ളത്. അപ്പോൾ എണ്ണ കുറച്ച് കുറവായിരുന്നു, കുറച്ച് ഡ്രൈ ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പൊടീൻ്റെ ഈ ഒരു മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ വെളുത്തുള്ളിൻ്റെയും ഇഞ്ചിൻ്റെയും പൊട്ടുകടലിൻ്റെയും ആ ഒരു എരിവും ഉപ്പും എല്ലാം കൂടി ആകുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലല്ല പുതിനയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പം അതും കൂടി ആക്കി എടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. മക്കൾക്ക് സ്കൂളിൽ ചോറൊക്കെ കൊടുത്തു വിടുമ്പോൾ ഒരു തവണയെങ്കിലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല്ലാ. താങ്ക് യു.